ഗാസയിൽ ഭക്ഷണ സഹായ വിതരണത്തിനിടെ നിരപരാധികളായ സാധാരണക്കാർക്ക് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തെ അപലപിച്ച് ജെറുസലേമിലെ പാത്രിയാർക്കീസും സഭാതലവന്മാരും ഗാസയിൽ ഉടനടി വെടിനിർത്തൽ നടപ്പിലാക്കാനും അവർ ആഹ്വാനം ചെയ്തു. ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് ഫെബ്രുവരി 29 വ്യാഴാഴ്ച ഗാസ സിറ്റിയിൽ സഹായങ്ങളുമായി എത്തിയ ട്രക്കുകളിൽ നിന്ന് ഭക്ഷണം വാങ്ങാനെത്തിയ ജനക്കൂട്ടത്തിന് നേരെ ഇസ്രായേൽ പട്ടാളക്കാർ വെടിയുതിർക്കുകയായിരുന്നു. സംഭവത്തിൽ 112 പേർ കൊല്ലപ്പെടുകയും 760 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ സഖ്യകക്ഷിയായ അമേരിക്ക ഈ സംഭവത്തിന് ശേഷം ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിൽ നിന്ന് വിശദീകരണം തേടുകയും സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു. ഈശോയുടെ പാർശ്വത്തിൽ കുത്തിയ കുന്തത്തിന്റെ തിരുശേഷിപ്പ് വത്തിക്കാനിൽ നോമ്പുകാല വണക്കത്തിനായി തുറന്നു. ആഘോഷമായ ചടങ്ങുകളോടെയാണ് തിരുശേഷിപ്പ് വണക്കത്തിനായി തുറന്നത്. ഈശോയുടെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തിയ പടയാളിയെ റോമിലെ പ്രാദേശിക സഭയിൽ പ്രത്യേകമായ വിധത്തിൽ വണങ്ങുന്നുണ്ട്. ലോംഗിനൂസ് എന്നായിരുന്നു ആ പടയാളിയുടെ പേര് എന്ന് പാരമ്പര്യം പറയുന്നു. ഈശോയുടെ വിലാവ് കുത്തിത്തുറക്കാൻ ഉപയോഗിച്ച കുന്തം ലോംഗിനൂസിൻ്റെ കുന്തം എന്നാണ് അറിയപ്പെടുന്നത്. ആ സംഭവം ക്രൈസ്തവ പാരമ്പര്യത്തിൽ ചെറുതല്ലാത്ത ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട്. ക്രൈസ്തവ പാരമ്പര്യമനുസരിച്ച് ആ കുന്തത്തിൻ്റെ തിരുശേഷിപ്പ് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷമാണ് ഈ സംഭവത്തിൻ്റെ സൂചന ബൈബിളിൽ നൽകുന്നത്. ഒരു റോമൻ പടയാളി ഈശോയുടെ മരണം ഉറപ്പാക്കാനായി അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി എന്ന് യോഹന്നാൻ 19:34 പറയുന്നു. പാകിസ്ഥാനിലെ ജരൻവാലയിൽ കലാപത്തിന് കാരണക്കാരെന്ന് ആരോപിക്കപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളെ പാകിസ്ഥാൻ കോടതി കുറ്റവിമുക്തരാക്കി. ഉമൈർ സലീം സഹോദരങ്ങളോട് ഇസ്ലാം മതസ്ഥർ വ്യക്തിവിരോധം തീർക്കുകയായിരുന്നുവെന്ന് നിരീക്ഷിച്ച ഫൈസലാബാദിലെ തീവ്രവാദ വിരുദ്ധ കോടതി ഇവരെ കുറ്റവിമുക്തരാക്കുകയായിരുന്നു. ഖുറാനെ അപമാനിച്ചുവെന്നാരോപിച്ച് ഈ സഹോദരങ്ങളെ കുപ്രസിദ്ധമായ മതനിന്ദാ നിയമപ്രകാരമാണ് കേസെടുത്തത്. എന്നാൽ 2 ഇസ്ലാം മതവിശ്വാസികൾ ക്രൈസ്തവ സഹോദരങ്ങളോടുള്ള വ്യക്തിവിദ്വേഷം തീർക്കാനായി മതനിന്ദാ കേസിൽ കുടുക്കുകയായിരുന്നുവെന്ന് കോടതി കണ്ടെത്തി. 2023 ഓഗസ്റ്റ് 16 ലാഹോറിൽ നിന്ന് 130 കിലോമീറ്റർ അകലെയുള്ള ജരൻവാലയിൽ വ്യാജ മതനിന്ദാ ആരോപണത്തിന്റെ പേരിൽ ക്രൈസ്തവർക്കെതിരെ വ്യാപകമായ ആക്രമണം അരങ്ങേറിയത്. 20ഓളം ദേവാലയങ്ങളും 800-ലധികം ക്രിസ്ത്യൻ ഭവനങ്ങളും തകർക്കപ്പെട്ടു. ആക്രമണത്തെ തുടർന്ന് 10,000-ഓളം ക്രൈസ്തവരാണ് ഭവനരഹിതരായി തീർന്നത്. വിശ്വാസത്തിനു വേണ്ടി മരിക്കാൻ ഭയപ്പെടുന്നില്ലെന്ന് ധീരതയോടെ പ്രഖ്യാപിക്കുന്ന ക്രിസ്ത്യാനികളുടെ സാക്ഷ്യങ്ങൾ ശ്രദ്ധേയമാകുന്നു. ജിഹാദികളുടെ നിരന്തര ഭീഷണി നേരിടുന്ന ബുർക്കീന ഫാസോയിലെ ക്രിസ്ത്യാനികളാണ് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലെന്നും കൊന്നാലും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കില്ലെന്നും ധീരതയോടെ പ്രഖ്യാപിക്കുന്നത്. വർഷങ്ങളായി ജിഹാദികളിൽ നിന്നുള്ള പീഡനങ്ങൾക്ക് വിധേയരാണ് ബുർക്കീന ഫാസോയിലെ വിശ്വാസികൾ. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 25 പ്രാർത്ഥനയ്ക്കിടെ 12 പേരെയാണ് ജിഹാദികൾ വകവരുത്തിയത്. പീഡനങ്ങൾക്കിടയിലും ഇസ്ലാമിനെ ആശ്ലേഷിക്കാനുള്ള തീവ്രവാദികളുടെ ആവശ്യം ക്രിസ്ത്യാനികൾ ധിക്കരിച്ചുവെന്ന് ബിഷപ്പ് ജസ്റ്റിൻ കിയൻഡേഗ പറഞ്ഞു. പലരും തങ്ങൾ ധരിക്കുന്ന കുരിശുകൾ നീക്കം ചെയ്യാനോ മറയ്ക്കാനോ വിസമ്മതിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. സ്കൂളിൽ പോകരുത്, പൊതു നിയമങ്ങൾ അനുസരിക്കരുത്, പുരുഷന്മാർ താടി വളർത്തണം, സ്ത്രീകൾ ബുർഖ ധരിക്കണം തുടങ്ങിയ നിയമങ്ങൾ ജിഹാദികൾ അടിച്ചേൽപ്പിക്കുകയാണ്. ചിലപ്പോൾ ഒരാളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കൊല്ലും. ജനങ്ങളോട് ഗ്രാമം വിട്ടു പോകണമെന്ന് ഭീഷണിപ്പെടുത്തും. പള്ളിയിൽ പോകാനോ പ്രാർത്ഥിക്കാനോ അനുവാദമില്ല. തൻ്റെ രൂപതയിൽ 2 ദേവാലയങ്ങൾ അടച്ചതായും മറ്റ് 2 ജിഹാദികൾ ഉപരോധം ഏർപ്പെടുത്തിയതായും ബിഷപ്പ് കിയൻഡേഗ പറഞ്ഞു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.